കൊടുക്കുക എന്നൊരു ടെൻഡൻസി നമുക്കുണ്ടായിരിക്കും. അത് എന്നോട് ഉപദേശിച്ചോ. ഈ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചിട്ട് ഒരു ആൺകുട്ടി വന്ന് സംസാരിക്കുന്നത് അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. കൂടുതലായിട്ട് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പിയർ ഗ്രൂപ്പ്സിനെയാണ്. ഏത് കാറ്റഗറിയിലാണ് അവനെ പെടുത്തേണ്ടത്? വലുതാണോ അല്ലെങ്കിൽ ചെറുതാണോ? അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഈ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് സൊസൈറ്റിന്റെ അകത്തു നിന്നുണ്ടാവുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെ? അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 മുതൽ 19 വയസ്സ് വരെയുള്ള ഈ ഒരു അഡോളസൻസ് ഏജ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി. അപ്പൊ അതിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ, നമ്മളിപ്പോ ഒരു വീടിനെ പറ്റി പറയുന്ന സമയത്ത് ആ വീടിന്റെ കൺസ്ട്രക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വീട് കാണാൻ വലിയ കോലമൊന്നും ഉണ്ടാവില്ല, അല്ലെ? അതേപോലെയാണ് ഈ ഒരു കുട്ടിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഒരു അഡോളസൻസ് ഏജിൽ ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ പല രീതിയിലുള്ള ബിഹേവിയറും നമുക്ക് കാണുന്ന സമയത്ത് പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അട്രാക്ഷനും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്താണ് ഇങ്ങനെ? ചിലപ്പോൾ പരുക്കൻ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ ഭയങ്കരമായിട്ട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ അഡോളസൻസ് ഏജിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അഡോളസൻസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബിഹേവിയറും അതുപോലെ തന്നെ മെന്റലി ഫിസിക്കലി ഒരു കൺസ്ട്രക്ഷൻ ഏജ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? ശരിക്കും അങ്ങനെ ഒരു കേസ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. നമ്മളൊരു കുട്ടീനെ എടുത്ത് നോക്കുന്ന സമയത്ത് അവന്റെ വീടുകളിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഈ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് ഒരു സ്റ്റേജ് ആണ് ആക്ച്വലി അഡോളസൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഒരു കുട്ടീന്റെ പെർസ്പെക്ടീവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവന്റെ മാതാപിതാക്കൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവൻ കയറിയൊരു അഭിപ്രായം, അവൾ കുട്ടി കയറിയൊരു അഭിപ്രായം പറയുന്ന സമയത്ത് മാതാപിതാക്കൾ പറയുന്നത് എന്താണ്? നീ അറിയേണ്ട കാര്യമില്ല, നീ അത്ര വലിയ കുട്ടി, നീ ഇപ്പോഴും കുട്ടി തന്നെയാണെന്നുള്ള രീതിയിലാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു, എന്തെങ്കിലും കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു, അവർക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവരോട് അടിക്കുന്ന ഡയലോഗ് എങ്ങനെയാണ്? നീ വലിയ കുട്ടിയായല്ലോ. സത്യത്തിൽ ഈ കുട്ടി ഏത് കാറ്റഗറിയിലാണ് അവനെ പെടുത്തേണ്ടത്? വലുതാണോ അല്ലെങ്കിൽ ചെറുതാണോ? അപ്പൊ അതെ, ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് ഭയങ്കരമായിട്ട് ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഈ കൺഫ്യൂസിങ് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആ ഒരു മെന്റൽ എന്താണ് ആ ഒരു റോളർ കോസ്റ്ററുകളിലൂടെ ഈ ഒരു ഏജിലുള്ള കുട്ടികൾ കടന്നു പോകുന്നത്. ആക്ച്വലി ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് അറിയാനും എക്സ്പ്ലോർ ചെയ്യാനും അവരെ ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്ന് തന്നെ എക്സൈറ്റ്മെന്റും ആ ഒരു ഇൻട്രസ്റ്റ് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ആക്ച്വലി ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, പാരന്റ്സ് ഒരു കുട്ടി സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന് പാരന്റ്സിന് വലിയൊരു റോൾ ഉണ്ട്. അതായത് സൈക്കോളജിയിൽ പാരന്റിങ് സ്റ്റൈൽസ് തന്നെ ശരിക്കും ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 4 ടൈപ്പ് പാരന്റിങ് സ്റ്റൈലാണുള്ളത്. ഇപ്പം അതോറിറ്റേറിയൻ, അതോറിറ്റേറ്റീവ്, ഇമ്പൾസീവ്, അൺഇൻവോൾവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ 2 എക്സ്ട്രീം കേസാ. അപ്പൊ അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കണ്ടിട്ടില്ലേ, നമ്മൾ ചില സിനിമകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. അതായത് കുട്ടി എന്ത് ചെയ്യണം എന്നുള്ളതിന് കംപ്ലീറ്റ് പ്ലാനും ആരെ കയ്യില്ല? അച്ഛനമ്മമാരെ കയ്യില്ല. അതായത് ഞാൻ പറയുന്നു നീ ഇത് പഠിക്കൂ, നീ ഇങ്ങനെ ചെയ്യൂ, ഈ ജോലിക്ക് കയറൂ, ഈ കംപ്ലീറ്റ് പ്ലാൻ ആരെ കയ്യില്ല? പാരന്റ്സിന്റെ കയ്യില്ല. അപ്പൊ കുട്ടിയുടെ ആഗ്രഹങ്ങള്, സ്കിൽസ് ഒന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാനേ പറ്റില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും പാരന്റ്സിൽ നിന്ന് അകന്നു പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. അത് മാത്രമല്ല ഇവര് കൂടുതലായിട്ട് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പിയർ ഗ്രൂപ്പ്സിനെയാണ്. അപ്പൊ ആ പിയർ ഗ്രൂപ്പ്സിൽ ആളാവാൻ വേണ്ടിയിട്ട് അവര് അല്ലാതെ നമ്മൾ പറയുന്ന കുറെ ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകും. അവർക്ക് എന്താ സ്ട്രെസ് റിലീഫാണ് അവർ ആഗ്രഹിക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ കേസും ഉണ്ട്, അൺഇൻവോൾവ്. അതായത് കുട്ടി എന്ത് ചെയ്താലും പാരന്റ്സിന് കുഴപ്പമില്ല. അതായത് എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ എനിക്ക് റോളില്ല, എന്തെങ്കിലും ചെയ്തോട്ടെ. അങ്ങനെയുള്ള കുട്ടികളും ഇതുപോലെ വഴിമാറി പോകാൻ ഇപ്പോഴും പല കുട്ടികളുടെയും വാട്സാപ്പിലേക്ക് ഇത് ആറ്റിറ്റ്യൂഡ് തന്നെ കുറെ കുട്ടികൾ കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് ഒരു രണ്ടും കൂടെ കലർന്നിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ 2 ബിഹേവിയറും കൂടെ അങ്ങനെയുള്ള ഒരു പാരന്റിംഗ് ആണ് കുറച്ചുകൂടി കുട്ടികളെക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കണം, പാരന്റ്സും ചുറ്റുമുള്ളവരും മനസ്സിലാക്കണം ഈ ഒരു ഏജിൽ ഇവരുടെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 5-6 വയസ്സ് വരെ കുട്ടികൾ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഭയങ്കര ക്ലോസ് ആയിരിക്കും. അത് കഴിഞ്ഞൊരു 10-15 വയസ്സിലേക്കൊക്കെ പോകുമ്പോഴാണെന്ന് തോന്നുന്നു അവര് വല്ലാണ്ട് ഫ്രണ്ട്സിനെ ഡിപ്പെൻഡായി അങ്ങനെ ഒരു ഗ്യാങ്ങിലേക്ക് പോയി. കേൾക്കാൻ ആളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളെ പോലും നമ്മൾ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഒരു പക്ഷേ കുട്ടി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആ കുട്ടി അന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ ഒരു പാരന്റ് കേൾക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അങ്ങനെ അവൈലബിൾ ആവും, അല്ലെ? നമുക്ക് സിംപ്ലി അങ്ങനെ തന്നെ പറയാം. അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അഡോളസൻസിലെ ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ സാധാരണഗതിയിൽ ആർക്കും സമയമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ. അത് പാരന്റ്സിനെ കുറ്റം പറയാന്നുള്ളതിലല്ല, നമ്മുടെ സൊസൈറ്റി ആ ഒരു രീതിയിലാണ് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേൾക്കുന്ന പാരന്റ്സും ഉണ്ട് കേട്ടോ, കേൾക്കുന്ന ഒരു നല്ലൊരു ശതമാനം പാരന്റ്സും ഉണ്ട്. അതിന്റെ ഒരു ഇമ്പാക്ട് അവരുടെ മക്കളുടെ അടുത്തുണ്ട്. പക്ഷെ ശരിക്കും ഈ പാരന്റിംഗിൽ വരുന്ന നേരത്തെ ഫസ്റ്റ് കേസിനെ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അല്ലെ? അപ്പൊ എനിക്ക്
മാർക്ക് കിട്ടി. ഇപ്പം ഒരേ വീട്ടിൽ തന്നെ ഉണ്ടാവും, ചിലപ്പം എല്ലാവരും എവ്രി വൺ ഈസ് യൂണീക്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ സിബ്ലിംഗുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൂത്ത കുട്ടി ഒരുപാട് പഠിക്കുന്നുണ്ടാവും, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും. അവന്റെ കഴിവ് മുഴുവൻ അക്കാഡമിക്സിലായിരിക്കും. രണ്ടാമത്തെ കുട്ടിയുടെ കഴിവ് എന്ന് പറയുന്നത് ഒരിക്കലും അക്കാഡമിക്സിലായിരിക്കില്ല, അത് ആർട്ടിലായിരിക്കാം, അതല്ലെങ്കിൽ സ്പോർട്സിലായിരിക്കാം. ഈ കഴിവ് മനസ്സിലാക്കാതെ പല പാരന്റ്സും ഈവൻ ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, അക്കാഡമിക്സിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ളതിന്റെ പേരിൽ ഈ ഒരു ഭാവിയിലെ സച്ചിൻ ടെണ്ടുൽക്കറിനെ ആയിരിക്കും ചിലപ്പോൾ എന്താക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലയണൽ മെസ്സി ആയിരിക്കും ഇവരെന്താക്കുന്നത്, കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്, നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ അഡോളസൻസ് ഏജിലെ കുട്ടികളിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവന്റെ ഫീൽഡിൽ അവന് തിളങ്ങാൻ പറ്റുന്നില്ല, അവന്റെ ഫീൽഡിൽ അവന് തിളങ്ങാൻ പറ്റും. ഒരു കോട്ടിൽ ഒരു ഫിഷിനെ ഒരു മരം ക്ലൈംബ് ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതുപോലെ എന്നോട് ശരിക്കും കമ്പയർ ചെയ്യാണ്, നീ ഏട്ടനെ പോലെ ആവണം, അല്ലാന്നുണ്ടെങ്കിൽ നീ എന്താണ് ഇപ്പൊ അയൽവാസി, കുറെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയൽവാസികളും ഉണ്ടാവും. ഈ അയൽവാസി ആയിട്ടുള്ള കുട്ടിയെ കമ്പയർ ചെയ്തിട്ട് അവന് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് എന്തുകൊണ്ട് പഠിച്ചില്ല, നിനക്കും അതേ സാഹചര്യം തന്നെയല്ലേ തരുന്നത്. അവിടെ ആ ഒരു യുണീക്നെസ് മനസ്സിലാക്കപ്പെടാതെ പോകുന്ന സമയത്ത് അഡോളസൻസിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. മെന്റലി കുട്ടികൾ ഭയങ്കര വീക്ക് ആവും. അതായത് ഒരു സൊസൈറ്റിയിൽ എന്നെ ഒന്നിനും പറ്റില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എക്സ്പ്രസ് ആവാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഷൈ നേച്ചർ ഗ്യാങ്ങിലേക്ക് പോവുക. അപ്പൊ ഗ്യാങ്ങിലേക്ക് പോകുമ്പോ സാർ പറഞ്ഞതുപോലെ ആ ഗ്യാങ്ങിന്റെ സ്വഭാവം എന്തോ അത് അവര് അനുകരിക്കാൻ തുടങ്ങും. അതായത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും അത് ചെയ്യണം. ഒരു ഗ്രൂപ്പിൽ നമ്മൾ അകപ്പെട്ടാൽ ആ ഗ്രൂപ്പിന്റെ സ്വഭാവം എന്താണോ അത് നമ്മൾ ഹീറോയിസം അവര് കാണുന്നത് അല്ലേ. എല്ലാത്തിലും ഒരു ഹീറോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കുട്ടികൾ തന്നെ പലതിനും കാണും. നമ്മൾ ചെറിയ സമയത്ത് തന്നെ പലപ്പോഴും നമുക്ക് കുറെ ഹീറോസ് ഉണ്ടായിരുന്നു ചെറിയ പ്രായം മുതൽ തന്നെ. ഇപ്പം സൂപ്പർ ഹീറോസ് തന്നെ പറയാം. ആ സൂപ്പർ ഹീറോ പരിവേഷം പിന്നീട് ട്രാൻസ്ഫോർമേഷൻ നടത്തി, പിന്നെ അത് പിയോ ഗ്രൂപ്പിലെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറി. അവർ തന്നെ വിചാരിക്കുകയാണ് അവർ സൂപ്പർ ഹീറോ ആണ്, അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യണം. 14-15 വയസ്സിലെ ബൈക്ക് വേണം എന്നൊക്കെ ഇപ്പോഴത്തെ ബോയ്സിന് ആഗ്രഹമുണ്ട്. അവർ വീട്ടിൽ അതിന് വേണ്ടിയിട്ട് പ്രഷർ ചെയ്യാറുണ്ട്. നമ്മൾ കാണും നമ്മുടെ കസിൻസ് ഒക്കെ 14 വയസ്സിലെ തുടങ്ങും, എനിക്ക് ബൈക്ക് എടുക്കണം, എനിക്ക് ബുള്ളറ്റ് എടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു 15 വയസ്സുള്ള സമയത്തൊക്കെ നമ്മൾ ബോഡി ഇമേജിനെ കുറിച്ച് ഭയങ്കര ബോധോടായിരുന്നോ? അത്രത്തോളല്ല, ഇന്ന് കാണുന്ന അത്രത്തോളല്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് കുട്ടികൾ ഭയങ്കര കോൺഷ്യസ് ആണ് അവരുടെ ശരീരത്തിനെ പറ്റിയിട്ടും അവരുടെ എന്താ പറയാ ലുക്സിനെ പറ്റിയിട്ടും പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താണ് ഒരു കുറവ് തങ്ങൾക്ക് ഉണ്ട് എന്ന് വിചാരിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. നമുക്കും ചെറിയ രീതിയിൽ ഈ ഹോർമോണിന്റെ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് പിമ്പിൾസ് ഒക്കെ വരുന്ന ഒരു ഏജാ. ശരിക്കും നമുക്ക് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ആ ഒരു സൈക്കോളജിക്കൽ ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. പക്ഷേ ഈ അഡോളസൻസ് ഏജിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെ. അപ്പം ആൺകുട്ടികളാണെങ്കിൽ ചെറിയ മീശയൊക്കെ മുളയ്ക്കും, അതേപോലെ തന്നെ സൗണ്ടിൽ മാറ്റം വരും. അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവരെ മെൻസ്ട്രുവേഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും, ബ്രസ്റ്റ് ഡെവലപ്മെന്റും ഹെയർസ് ഡെവലപ്പ് ചെയ്യുക. അതിന്റെ ഒരു ഭാഗമാണ് ആക്നെ വരിക എന്നുള്ളത്. ആക്ച്വലി നമ്മളെ ഹോർമോണൽ ചേഞ്ചസ് ഈ ഒരു സമയത്ത് വളരെ നന്നായിട്ട് സർ പറഞ്ഞ പോലെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം കിടക്കുന്നത് നമ്മുടെ തലയിലാണ്. അതായത് നമ്മുടെ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്ന GnRH എന്ന് പറയുന്ന ഒരു ഹോർമോണ് പിറ്റ്യൂട്ടറി വഴിയാണ് സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ പിറ്റ്യൂട്ടറിയുടെ LH ഉം FSH നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടോ, കുട്ടികൾക്ക് അറിയാം. ഈ LH ഉം FSH ഉം ഹോർമോൺസ് ആണ് ശരിക്കും നമ്മുടെ സെക്സ് ഓർഗൻസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മളിൽ എന്ത് റിലീസ് ആവുക. ഇപ്പൊ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണും സ്ത്രീകളിൽ നമ്മൾ പറയുന്ന പോലെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസ് ഒക്കെ ഉണ്ടാവുക. ഇതിൽ ഈ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രോജനുമാണ് നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് കാരണം. നമ്മളിപ്പോ പറഞ്ഞില്ലേ ഹൈ പിച്ച് വോയിസ്, ലോ പിച്ച് വോയിസ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ബോഡി ഹെയർസ് ഉണ്ടാകുന്നു, ഇങ്ങനത്തെ കാര്യത്തിന് ഈ ഹോർമോൺസിന് ഫിസിക്കലി മാത്രമല്ല മെന്റലിയും കുറച്ച് എഫക്ട് ഉണ്ടാവും. നമ്മൾ മൂഡ് സ്വിങ്സ് കേട്ടിട്ടുണ്ട്, എന്താ പെട്ടെന്ന് മൂഡ് മാറുന്നത് അല്ലേ? അതെ, അത് ഭയങ്കര ശരിക്കും അതൊരു നമുക്ക് എന്താ പറയാ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. അതും അഡോളസൻസിലെ മൂഡ് സ്വിങ്സ് ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെക്കാളും കൂടുതൽ മൂഡ് സ്വിങ്സ് കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ മെൻസ്ട്രേഷന്റെ കാര്യം പറഞ്ഞു, അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ കുറെ കുട്ടികൾക്കൊന്നും അവയർനെസ് കാണില്ല. ചിലപ്പോൾ കൊച്ചിലെ തന്നെ അമ്മമാര് പറഞ്ഞു കൊടുക്കും ഈ ഒരു ഏജിൽ ഇത് വരും. പക്ഷെ കുറെ കുട്ടികൾ നമ്മൾ കാണും ഷോർട്ട് ഫിലിമൊക്കെ, ഇത് ക്യാൻസർ ആണോ എന്നൊക്കെ ഡൗട്ട് അടിക്കുന്ന കുട്ടികളുണ്ട്. ശരിക്കും അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ഗേൾസിന് പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ തന്നെ ചുറ്റുമുള്ള എല്ലാവർക്കും അവയർനെസ് ഉണ്ടാകും. കാരണം ഈ മൂഡ് സ്വിങ്സ് ഭയങ്കര കൂടുതലാണ്. ആ ഒരു ടൈമിൽ നമുക്ക് ദേഷ്യം വരും, ചെറിയ കാര്യത്തിൽ നമ്മൾ ദേഷ്യപ്പെടും, അതിനനുസരിച്ചാണ് നമ്മളെ മൂഡ് ഇവിടെ. പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എനിക്ക് പറയാനുള്ളത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെൻസ്ട്രേഷനെ പറ്റിയിട്ടൊക്കെ ഉള്ള കൃത്യമായ ധാരണ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊക്കെ +2-ലും അതിലെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് അവർ ബാത്റൂമിൽ പോകുന്ന സമയത്ത്
ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്താക്കിയിട്ടുണ്ട്, മുഖം കുത്തി ചിരിക്കാറുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയില്ലായിരുന്നു. ഇപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തും ഈ പല കാര്യങ്ങളും കാണാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കും ഒരുപാട് ധാരണ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പ്രത്യേകിച്ച് അഡോളസൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റിയിട്ട് പെൺകുട്ടികളെയും അതേപോലെ തന്നെ ആൺകുട്ടികളെയും ഒരുപോലെ അവെയർ ആക്കേണ്ടതുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു തവണ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ BEdന്റെ ട്രെയിനിങ് ചെയ്ത സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല. സ്കൂളിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വേറൊരു ടീച്ചർ എന്ന് പറയുന്നത്, അതായത് ഒരു ക്ലാസ് ഉണ്ട് മിസ്സേ, സോ ഗേൾസിനെ വിടണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ക്ലാസ് ആണ്? സെക്സ് എഡ്യൂക്കേഷൻ. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഓക്കെ, നല്ല കാര്യമാണ്. അതിന് ഗേൾസ് ആണ് കേൾക്കുന്നത്, ബോയ്സിനെ ക്ലാസ്സിൽ തന്നെ ഇരുത്തുക. അതെന്തുകൊണ്ട്? നമ്മളിവിടെ 15 വയസ്സുള്ള ഒരു ആൺകുട്ടി 10 വയസ്സുള്ള പെൺകുട്ടീനെ റേപ്പ് ചെയ്യുക, രണ്ടുപേരും ഇതേ വയസ്സിൽ കൂടെ കടന്നു പോവാണ്. അറിയില്ല ഇതിനെ കുറിച്ച്. ആ ആൺകുട്ടിക്കും സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് ശരിയായ ധാരണയില്ല. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവർ പഠനകാലത്ത് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും നമ്മൾ അവർക്ക് നൽകുന്നു. അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. കാരണം എത്രത്തോളം പെൺകുട്ടി ഇതിനെപ്പറ്റി അവെയർ ആവുന്നുണ്ടോ അത്ര തന്നെ ആൺകുട്ടികളും ഇതിനെപ്പറ്റി അവെയർ ആക്കണം എന്നുള്ളതാണ്. ശരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പൊ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു RJ ഉണ്ട്, നമ്മുടെ ജോസഫ് അന്നക്കുട്ടി ജോസ് എന്ന് പറയും. നമ്മളെല്ലാവരും പലരും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇദ്ദേഹം ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു ശരിക്കും ഞാനൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. നമ്മുടെ എറണാകുളം സെൻട്രീസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. അദ്ദേഹം അവിടെ അത്രയും പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിൽ ചെന്നിട്ട് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചിട്ടാണ്. ഈ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചിട്ട് ഒരു ആൺകുട്ടി വന്ന് സംസാരിക്കുന്നത് അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയിൽ അത് വലിയ കാര്യമായിരുന്നു. കാരണം മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റിയിട്ട് ഒരു ആൺകുട്ടി, ഒരു ആണ് വന്ന് സംസാരിക്കുന്നു, ഒരു മെൻ സംസാരിക്കുന്നു, അതും ഒരു അത്രത്തോളം പെൺകുട്ടികൾ പഠിക്കുന്ന എറണാകുളത്തെ അത്രയും പ്രസിദ്ധമായിട്ടുള്ള കോളേജിൽ പോയിട്ട്. യെസ്, ആ ഒരു റെവല്യൂഷന്റെ കാരണം നമ്മൾ തേടി പോകുന്ന സമയത്ത് എന്റെ പോയിന്റ് അതാണ്. ആ ഒരു റെവല്യൂഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതേ ജോസഫ് അന്നക്കുട്ടി ജോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാതാവ്, അതിൽ നിന്ന് ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശിക്ഷണമാണ് അദ്ദേഹത്തിന് എന്താക്കുന്നത് ഈ ഒരു രീതിയിൽ പറയാൻ. കാരണം അദ്ദേഹത്തിന്റെ അമ്മ ഒരു ബയോളജി ടീച്ചർ ആയിരുന്നു. സോ ടീച്ചറുടെ അടുത്ത് നിന്ന് എന്താവുന്നുണ്ട്, കൃത്യമായിട്ട് ഇൻഫോർമേഷൻ, കൃത്യമായ കാര്യങ്ങളെ മകനെ പഠിപ്പിച്ചു കൊടുക്കും. എന്താണ് ഇത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തതിന്റെ ഒരു മാറ്റമാണ് ശരിക്കും ആ മനുഷ്യനിലൂടെ എന്താവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെപ്പറ്റി സംസാരിക്കുന്നു, പിന്നീട് ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. പിന്നീട് കാര്യങ്ങൾ സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ ആളുകൾക്കിടയിൽ വലിയൊരു റെവല്യൂഷനാണ് അവിടെ നടന്നതെന്ന് പറയും. അങ്ങനെ ഒരു റെവല്യൂഷനിൽ കാരണം പല ആളുകൾക്കും ഇതിനെപ്പറ്റി സംസാരിക്കാൻ, നേരത്തെ അസ്ലം സാർ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് റൂം വാബുദ്ധിച്ചിരിക്കും. പെൺകുട്ടികൾ വാഷ്റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് തോണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്ന, അല്ലെ? അത് എത്രത്തോളം അതിനെപ്പറ്റി അവയർ അല്ല എന്നുള്ളതാണ് ഇതിനെ പറ്റിയിട്ട്. തീരെ എന്താണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആ സമയത്ത് ശരിക്കും അത് എന്നൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ആ സമയത്ത് മൂഡ് സ്വിങ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. കാരണം അതിനെ കൺസിഡർ ചെയ്യേണ്ടത് ഒരു പരിധി വരെ ആ ഒരു ഗ്രൂപ്പാണ്. ശരിക്കും ഈവൻ അത് ടീച്ചേഴ്സ് ആയിരിക്കാം, അതുപോലെ തന്നെ പാരന്റ്സ് ആയിരിക്കാം. ഇവർക്ക് അത് കൺസിഡർ ചെയ്യാൻ പറ്റണം. ഈ ഒരു കുട്ടിയുടെ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട്, ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ്, മെന്റൽ സ്റ്റേറ്റിലൂടെയാണ് ഈ കുട്ടി കടന്നു പോകുന്നത്. കറക്റ്റ്. ഓരോ കുട്ടീനെയും പാരന്റ്സ് മനസ്സിലാക്കണം. കാരണം ഈവൻ ഞാൻ എന്റെ ഒരു ഏജിൽ ഒരു 15 വയസ്സ് 16 വയസ്സിലൊക്കെ ചിലപ്പോൾ പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകുമായിരിക്കും. അപ്പോഴായിരിക്കും അമ്മ പറയുന്നത് പോയിരുന്ന് പഠിക്കുന്ന പറയുന്ന ടൈമിൽ എന്തോ ഒരു അതിനെ എതിർക്കുക എന്നൊരു ടെൻഡൻസി നമുക്കുണ്ടായിരിക്കും. അത് എന്നോട് ഉപദേശിച്ചോ, പഠിക്കാൻ പറഞ്ഞു, എന്നാലും ഞാൻ പഠിക്കുന്നില്ല. അങ്ങനെ ഒരു ടെൻഡൻസി ഈ ഒരു ഏജിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാത്തിനെയും എതിർക്കുക, ഞാൻ പറയുന്നത് ശരിയാണ്. ശരിക്കും അത് മിസ് പറഞ്ഞുള്ള ഹോർമോണൽ ചേഞ്ചസിന്റെ ഒക്കെ ഒരു കാര്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ചുറ്റുമുള്ള ഒരു കുട്ടികൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കാണും. അവർക്ക് തന്നെ അറിയില്ല അവർ മുതിർന്ന ഒരു മെച്ചുവേർഡ് ആയ ആളാണോ. ചിലപ്പോൾ ഞാൻ മെച്ചുവേർഡ് ആണ്, എനിക്കെല്ലാം തീരുമാനിക്കാനുള്ള ഇതായി എന്നുള്ളൊരു തോട്ട് അവർക്ക് കാണും. പക്ഷെ അത് മനസ്സിലാക്കി ചുറ്റുമുള്ളവർ പെരുമാറുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പ്രത്യേകിച്ച് നമ്മുടെ പാരന്റിംഗിലും നമ്മൾ ഇവല്യൂഷനെ പറ്റി പറയാറുണ്ട്, ഇപ്പം പരിണാമം സംഭവിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ ശരിക്കും പാരന്റിംഗിലും അഡോളസൻസ് ഏജിലേക്ക് എത്തുന്ന സമയത്ത് ഒരു എവല്യൂഷൻ സംഭവിക്കേണ്ടതല്ലേ? നോർമലി ഒരു ചെറിയ കുട്ടീനെ കൺസിഡർ ചെയ്ത പാരന്റ് ചെയ്ത പോലെ തന്നെയാണോ ഈ അഡോളസൻസ് ഏജിൽ പാരന്റിംഗ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ? ആക്ച്വലി ഇപ്പൊ പല കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനോട് തനിക്കുള്ള പ്രശ്നം, ശാരീരിക പ്രശ്നങ്ങൾ അവർ ഒരിക്കലും ഡിസ്കസ് ചെയ്യുന്നില്ല. മാനസിക പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടെങ്കിൽ അതും അവർ ഡിസ്കസ് ചെയ്യുന്നില്ല. ചില കടുകിട്ടാ പൊട്ടുന്ന പ്രായമാണ്. അപ്പൊ അവർക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യുക, അത് അറിയാനുള്ള ഭയങ്കരമായിട്ടുള്ള ഇത് അല്ലെ, ആ ഒരു ആൻസൈറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആര് പറഞ്ഞു കൊടുക്കും? അത് ശരിയാണ് ചെയ്യുന്നത്, നീ ചെയ്തോ, അല്ലെങ്കിൽ നീ ചെയ്യാൻ പാടില്ല, തെറ്റാണെന്ന് നല്ല രീതിയിൽ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഇത് പറഞ്ഞു കൊടുക്കാത്തോടത്തോളം അവൻ ചെയ്യുന്നത് എന്തോ
അത് മാത്രം മുന്നോട്ടേക്ക് കണ്ടിട്ടായിരിക്കും അവർ യാത്ര ചെയ്യുക. നമ്മുടെ അച്ഛനമ്മമാർക്ക് എന്നും അവര് മക്കള് കുഞ്ഞേന്നായിരിക്കും എല്ലാവരും. പാരന്റിങ്ങിനും ഒരു വലിയ റോൾ ഉണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ പാരന്റ്സിനെയും ആക്ഷേപിക്കുകയല്ല, ഇതൊരു പാരന്റിങ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരുപാട് റവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇതിനെപ്പറ്റി ആളുകൾ ഡിസ്കസ് ചെയ്യുന്നു, ഇതിനെപ്പറ്റി ആളുകൾ സംസാരിക്കുന്നു, മാധ്യമങ്ങളിലൂടെ ഇതിനെപ്പറ്റി സംസാരിക്കപ്പെടുന്നു. അങ്ങനെ ഒരു മാറ്റം നമുക്ക് സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് റവല്യൂഷൻ. അതൊരു വലിയ റവല്യൂഷൻ തന്നെയാണ്. സൊസൈറ്റി ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു, സൊസൈറ്റി ഇതിനെപ്പറ്റി അവെയർ ആയിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം അഡോളസൻസ് ഏജിലെ കുട്ടികളുടെ സർക്കംസ്റ്റൻസ്, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ മാറ്റാൻ വേണ്ടി പറ്റുമോ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുന്നു. സ്കൂളുകളൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ പറയല്ലോ ഒരു പെർസെന്റേജ് ഇപ്പോഴും മാറ്റം വരാൻ ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം ചെറിയൊരു പെർസെന്റേജ് ഇപ്പോഴും എന്താ പറയാ, അനിയത്തിക്ക് വേണ്ടി പാഡ് വാങ്ങാന് കടയിൽ പോകാൻ ബുദ്ധിമുട്ടുന്ന ആൺകുട്ടികളുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ, അതായത് കുറച്ച് മുന്നേ ഉള്ള കാര്യം, ഇപ്പൊ നമുക്കൊക്കെ അതിന്റെ ഒരു അറിവ് വന്നു. ഇപ്പൊ കുറച്ച് മുന്നേ പെട്ടെന്ന് പീരീഡ്സ് ആയി എന്നുണ്ടെങ്കിൽ കടയിൽ പോകുമ്പം മെഡിക്കൽ ഷോപ്പില് പെണ്ണാണോ, മെഡിക്കൽ ഷോപ്പിൽ ഒരു സ്ത്രീയാണോ പോയി ചോദിക്കാനുള്ള പേടി, മടി, അതേപോലെ അത് പൊതിഞ്ഞ് ആരും കാണാതെ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ച് വെച്ച്, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ സൊസൈറ്റിയിൽ മാറേണ്ട സമയമായി അല്ലേ? കാരണം നമ്മള് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അനുഭവിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതെന്തോ വലിയ തെറ്റാണ് എന്ന് ധരിക്കുകയാണ്. അത് നമ്മൾ പെൺകുട്ടികളെ ബാക്കോട്ടേക്ക് വലിക്കുകയാണ്. അത് ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമില് എന്തൊക്കെ മാറ്റങ്ങൾ, മെന്റലി ഫിസിക്കലി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് രണ്ട് കാറ്റഗറി അറിയണം. അതെ, അറിയാത്തൊരു കാര്യം അറിയാനായിരിക്കും അവർക്ക് ആങ്സൈറ്റിയും, അതാണ് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അതിങ്ങനെ അറിയിച്ച് അവരെ വളർത്തി നല്ല ആൾക്കാരാക്കുക. ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഇതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു കുട്ടി ആ ഒരു അഡോളസൻസ് ഏജിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം ഒരു ഫുട്ബോൾ പ്ലെയർ ആയി ആ ഒരു പാഷൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയെ അതിലേക്ക് നമ്മൾ സിറ്റുവേഷൻ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുട്ടിയിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മുതിർന്ന ആളുകൾക്ക് കൊണ്ടുവരാൻ പറ്റാത്ത മാറ്റം ആ കുട്ടിക്ക് ഈ ഏജ് കൊണ്ടാണ്. കാരണം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിരിക്കും, അത്രത്തോളം അതിൽ ആ പൊട്ടൻഷ്യലി ഭയങ്കരമായിട്ട് കുട്ടി ഉയർന്നു നിൽക്കുകയായിരിക്കും. ഇതിനെ നമ്മൾ തള്ളിക്കെടുത്തി എന്താണ്, നീ അക്കാഡമിക്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇനി എന്തല്ല നിനക്ക് വേറെ ഒരു ആക്ടിവിറ്റിയും പറഞ്ഞിട്ടില്ല, ഭാവിയിൽ ജീവിക്കണമെങ്കിൽ അക്കാഡമിക്സോട് മാത്രമേ പറ്റൂ എന്ന് പറയുന്ന തെറ്റിദ്ധാരണ ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്താണ് ഈ ഒരു പ്രശ്നമുള്ളത്. കാരണം ആ കുട്ടിയുടെ വഴിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ്ലി അഴിച്ചു വിടാനല്ല പറയുന്നത്, ആ കുട്ടിയുടെ പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടി സമ്മതിക്കാം, സപ്പോർട്ട് കൊടുക്കുക അല്ലെ. അല്ലെങ്കിൽ അത് കുട്ടി പോകുന്ന പാത്ത് തെറ്റാണെങ്കിൽ അതിനെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ നീ അത് ചെയ്യരുത്, എന്താണെന്ന് റീസൺ ഇല്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നീ അത് ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ല. എന്റെ ഇഷ്ടങ്ങളല്ലല്ലോ ഇവിടെ, ബാക്കിയുള്ള ആളുകളുടെ താല്പര്യങ്ങളും കൂടി നമ്മൾ നോക്കണ്ടേ. അത് അങ്ങനെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന സൊസൈറ്റി ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസ്ലം സാർ പറഞ്ഞ പോലെ തന്നെ എവറിത്തിങ് എവല്യൂഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എവല്യൂഷൻ പോസിറ്റീവ് എവല്യൂഷൻ ആവണം എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നെഗറ്റീവായിട്ട് പുറകോട്ട് പോകണം എന്നുള്ളതിലല്ല, കാലങ്ങൾ പുറകോട്ട് പോകാനല്ല, മറിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും. ഈവൻ സ്കൂളുകളാണെന്നുണ്ടെങ്കിലും ഈവൻ എയ്ഗണാണെങ്കിലും മുമ്പോട്ട് വെക്കുന്ന ഈ ഒരു ആശയം എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും എഡ്യൂക്കേഷൻ, എല്ലാ വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ പഠിക്കാൻ പറ്റണം. ഈവൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന മക്കളുണ്ടെങ്കിൽ എയ്ഗണിന്റെ ഫ്രീ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എയ്ഗണിന്റെ ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിലൂടെ കംപ്ലീറ്റ്ലി ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസങ്ങളിലും ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫ്രെയിമും കൂടെ നമ്മൾ സൊസൈറ്റിയിൽ അത്രത്തോളം റെസ്പോൺസിബിൾ ആണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇങ്ങനെ ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. സോ എല്ലാ പെർസ്പെക്റ്റീവിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകണം. പാരന്റ്സ് ആണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം, സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചെയ്തിട്ട് സൊസൈറ്റി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുമ്പോട്ട് പോകണം. സോ അതിന് സ്റ്റുഡൻസ് അവരുടെ ഈ ഒരു അഡോളസൻസ് ഏജ് ആണെങ്കിൽ അത് യൂസ് ചെയ്യണം എന്ന് തന്നെ പറയാൻ പറ്റുന്നത്. സോ നമ്മൾക്ക് ശരിക്കും ഈ ഒരു പാത്തിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി തന്നെ നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. കാര്യങ്ങൾ അറിഞ്ഞു പോവുക, പരസ്പരം മനസ്സിലാക്കി പോവുക, പരസ്പരം സംസാരിച്ച് മുമ്പോട്ട് പോവുക. അതിനുള്ള ഇടങ്ങൾ ഉണ്ടാവണം എന്നാണ്. നമ്മളിപ്പം ശരിക്കും തന്റേടം ഉണ്ടാവണം എന്ന് പറയും. ഈ തന്റേടത്തിന് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്റേതായ ഇടങ്ങൾ ഉണ്ടാവണം എന്നാണ്. സംസാരിക്കാനുള്ള, ആശയങ്ങൾ പങ്കുവെക്കാനുള്ള, ചിരിക്കാനുള്ള, സംസാരിക്കാനുള്ള തന്റേതായ ഇടങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാവുന്ന സമയത്ത് ശരിക്കും തന്റേടം ഉള്ളവനാണെന്ന് പറയും. ആ തന്റേടങ്ങൾ നമ്മൾക്ക് ഭാവിയിലുള്ള വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കാൻ തന്നെയാണ് പറയുന്നത്. ഉറപ്പായിട്ടും അല്ലേ? അതെ അതെ, ഒരു ബെറ്റർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവട്ടെ, നെക്സ്റ്റ് ജനറേഷൻ ഫ്യൂച്ചർ അടിപൊളിയാവട്ടെ.